ഞാൻ ഇത്രയും സീരിയസ് സിനിമ ചെയ്തിട്ടിരുന്ന ഞാൻ പോയി ഇങ്ങനത്തെ ഒരു കോമഡി സിനിമ അതും ഒരു പ്രത്യേക രീതിയിലായിരുന്നു. ഇപ്പോൾ സിദ്ദിഖ് കഥ പറഞ്ഞു തന്നു, സ്ക്രിപ്റ്റ് തിരക്കഥയൊന്നും ഇല്ല. പള്ളാശ്ശേരി തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കണം. എല്ലാ ദിവസവും രാവിലെ ഒരു സബ്ജക്റ്റ് തരും, ഒരു സീൻ തരും. ലൊക്കേഷനിൽ ചെന്നിട്ട് ആ സീൻ എടുത്തു കഴിയുമ്പോൾ ഞാൻ പള്ളാശ്ശേരിക്ക് ഫോൺ ചെയ്യും. പള്ളാശ്ശേരി അടുത്ത സീനിന് ഞാൻ ട്രാക്ക് കൺട്രോൾ ചെയ്തിട്ട് ഇന്നസെൻ്റ് ഇവിടെ നിന്ന് വരുന്നു, KPSC ഇവിടെ നിന്ന് വരുന്നു, ഞാൻ ആ സീൻ ഞങ്ങൾ ഇവിടെ ലൈറ്റപ്പ് ചെയ്യുന്നു, ആ സീൻ എഴുതിക്കൊണ്ട് ഉടനെ വരാൻ പറയും. അപ്പോൾ അത് കാറിൽ കൊണ്ടുവരും. അങ്ങനെ അത് കാര്യം അത്ര വിശദമായിട്ട് സിദ്ദിഖ് പറഞ്ഞു തന്നു. ആ ഓരോ സീനിൻ്റെയും സംഭാഷണം വരെയാണ് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് എവിടെ തുടങ്ങുന്നത് വരെ അറിഞ്ഞ് നമുക്ക് അപ്പോൾ തന്നെ ഷോട്ട് പ്ലാൻ ചെയ്യാനൊക്കും. ഇന്നും മനസ്സ് നിറയെ കഥകളുമായി, സിനിമാ സ്വപ്നങ്ങളുമായി ജീവിക്കുകയാണ് ഈ കലാകാരൻ. പുതിയ കാലത്തിനു മുന്നിൽ വെള്ളിത്തിരയിൽ പുതിയ കഥകൾ എഴുതാൻ കാത്തിരിക്കുകയാണ് ഈ സംവിധായകൻ. വേറിട്ട സിനിമകൾ ഒരുക്കി പ്രേക്ഷകരെ വിസ്മയിപ്പിക്കാൻ മോഹിക്കുകയാണ് ഇദ്ദേഹം. ഈ യൂണിവേഴ്സൽ തീമാണ് ഞാൻ പ്രധാനമായിട്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള പല തീം എൻ്റെ കയ്യിലുണ്ട്. ഇനിയിപ്പോൾ ഈ കോണൽ ഫിലിംസിൻ്റെ ട്രാക്ക് ശരിയാകുമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഈ വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് കോടികൾ എല്ലാ രാജ്യങ്ങളും മുടക്കും. എന്നാൽ ചില ഈ രോഗങ്ങളുടെ മരുന്ന് കണ്ടുപിടിക്കാൻ വളരെ ചെറിയൊരു അംശം മാത്രം ചിലവാക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ നന്മയ്ക്ക് മുൻനിർത്തി ഉള്ള ചില കഥകൾ, അങ്ങനത്തെ സബ്ജക്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് ലോകത്തിന് തന്നെ ഒരു പ്രയോജനകരമായിരിക്കും. കുറേ പേർക്കെങ്കിലും അത് ചിന്തിക്കാനൊരു അവസരം കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ സബ്ജക്റ്റുകൾ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കലാകാരനായി ജീവിതം തുടരുക, പ്രേക്ഷകർക്ക് മുന്നിൽ തന്നെ അറിയിക്കാൻ ശ്രമിക്കുക, അവരുടെ ഹൃദയങ്ങളിൽ തന്നെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുക. സ്റ്റാൻലി ജോസിന്റെ ശ്രമങ്ങൾ ഇപ്പോഴും ആ വഴിക്കായിരുന്നു. സിനിമയുടെ വലിയ സ്ക്രീൻ വിട്ട് മിനി സ്ക്രീനിലെത്തിയപ്പോഴും ഇദ്ദേഹം അണിഞ്ഞത് സംവിധായക മേലങ്കി തന്നെയായിരുന്നു. ദൂരദർശന് വേണ്ടിയിട്ട് പ്രണയം എന്ന് പറഞ്ഞ സീരിയൽ, ഒരു മെഗാ സീരിയൽ ചെയ്തു. അത് ആഴ്ചയിലൊന്നായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞ അക്കാഡമിയിലെ എൻ്റെ സ്റ്റുഡൻസിന് അവർക്ക് സിനിമാറ്റോഗ്രാഫി പഠിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് സിനിമയിലെ ഷോട്ടുകളാണ് ഞങ്ങൾ അതിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. സിനിമ പേരോ പ്രശസ്തിയോ ഒന്നും നൽകിയില്ലെങ്കിലും ഈ കലാകാരൻ ഒട്ടും നിരാശയിലല്ല. മലയാളത്തിന്റെ ഭാഗ്യമായി കരുതുന്ന ചലച്ചിത്രങ്ങളുടെ പിന്നണിയിൽ അമരക്കാരിൽ ഒരാളായി അണിചേരാനായത് സൗഭാഗ്യമായി കരുതുകയാണ് ഇദ്ദേഹം. പണം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നതൊരു ദുഃഖമാണ്. എന്നാലും എനിക്ക് ഒരുപാട് മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചെയ്യാനൊത്തു. നേരത്തെ സിനിമാസ്കോപ്പ് ഞാൻ ആദ്യം ചെയ്യേണ്ടി വരുമെന്നൊക്കെ എനിക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ ഉദ്യാലയമുണ്ടായിരുന്ന സമയത്ത് എൻ്റെ അടുത്ത മുറിയിൽ വിജയനിർമ്മല നടി താമസിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാൽ മിക്കവാറും സെറ്റിലോട്ട് പോകുന്നത്. ആ പോണ വഴിക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കും. അപ്പോൾ ഇവർ 12 സിനിമാസ്കോപ്പ് പടം തെലുങ്കിൽ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവരതിൻ്റെ ഡ്രോബാക്സൊക്കെ സിനിമാസ്കോപ്പിൽ ഇന്നത് പറ്റുകയില്ല, അതിൽ ഇന്ന് ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള കുറേ തിയറിറ്റിക്കലായിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് ഇവർ പറഞ്ഞു തന്നിരുന്നു. എനിക്ക് തോന്നുന്നു അത്രയും കാര്യങ്ങൾ ഇപ്പോഴത്തെ ഈ സിനിമ ചെയ്യുന്ന വലിയ ഡയറക്ടേഴ്സിന് വരെ ചിലപ്പോൾ കിട്ടിക്കാണുകയില്ല. കാര്യം അവരൊരു നല്ല ഇൻ്റലക്ച്വൽ സ്ത്രീയായിരുന്നു അവർ. അതെനിക്ക് തച്ചോളിയമ്പ് എനിക്കത് വളരെ സഹായിച്ചു. പിന്നെ തച്ചോളിയമ്പ് ഇറങ്ങിയ സമയത്താണ് തച്ചോളിയമ്പ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പാണ് ഷോലെ ഇറങ്ങിയത്. ഇപ്പോൾ ഷോലെ കണ്ടതിൻ്റെ ഫ്രഷായിട്ടുള്ള കുറേ ഷോട്ട്സ് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഷോലയിൽ ഈ ക്യാമറയുടെ സാങ്കേതിക വശങ്ങൾ, അപ്പോൾ അതൊക്കെ എന്നെ വളരെ സഹായിച്ചു തച്ചോളിയമ്പ് ചെയ്യാൻ. പടം ഭയങ്കര ഹിറ്റായിട്ട് ഓടി. അപ്പോൾ അതിന് എനിക്ക് സാമ്പത്തികം കിട്ടിയില്ലെങ്കിലും എനിക്കതിനുള്ള എൻ്റെ വ്യക്തിപരമായ സാറ്റിസ്ഫാക്ഷൻ, ഞാൻ ചെയ്തതൊക്കെ ശരിയാണ്, ഇത്ര ലക്ഷക്കണക്കിന് ജനങ്ങൾ അംഗീകരിക്കുന്നു, പിന്നെ അത് എൻ്റെ പേര് ചെയ്യാൻ അവസരം കിട്ടുന്നു, അതിനൊരു സമയം ഉണ്ടാകുന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും കഴിയുന്നത്. കലാകാരിയായ ഭാര്യയും കലാഹൃദയമുള്ള മക്കളും സ്റ്റാൻലി ജോസിന്റെ കുടുംബാന്തരീക്ഷം സ്നേഹസാന്ദ്രമാക്കുന്നു. എൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്താം. ഇത് എൻ്റെ ഭാര്യ കനകം സ്റ്റെല്ല, തിരക്കഥാകൃത്താണ്. ഇത് എൻ്റെ മൂത്ത മകൻ്റെ ഭാര്യ പ്രിൻസ്, സിബി മലയലിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു, ഇപ്പോൾ ഷാലുവിൻ ടെലിവിഷനിലാണ്. പ്രിൻസിൻ്റെ ഭാര്യയാണ് ഷാലിമോൾ. ഇത് എൻ്റെ ഇളയ മകൻ ടോണി സുദർശൻ. ഇവൻ നല്ലൊരു പാടുകയും എല്ലാം ചെയ്യും. ഇപ്പോൾ എന്നാലും ഇവൻ്റെ ഫീൽഡ് ഇപ്പോൾ നേഴ്സിംഗ് ഇതിലോട്ടാണ് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ചില പ്രതീക്ഷകൾ ഇപ്പോഴും കൊണ്ടു നടക്കുകയാണ് ഈ സംവിധായകൻ. ഒരു പുതിയ സിനിമയുടെ പണിപ്പുരയിലാണ് ഇദ്ദേഹം. ഒരു സംവിധായകൻ എന്ന നിലയിൽ ഇന്നലെയോളം നേടാനാകാതെ പോയതെല്ലാം പുതിയ ചിത്രത്തിലൂടെ നേടാനാകുമെന്ന് വിശ്വസിക്കുകയാണ്
ഈ കലാകാരൻ ഇനിയിപ്പോൾ ഞാനൊരെണ്ണം ചെയ്യാൻ പോകുന്നുണ്ട് കോണിൽ ക്രിയേഷൻസിന് വേണ്ടി, ഒരു ഡിജിറ്റൽ. ചിലപ്പോൾ ചിങ്ങം മുതൽ എൻ്റെ പേപ്പർ വർക്കൊക്കെ തുടങ്ങും 5 ഭാഷയിൽ. അതും ഇപ്പോൾ എൻ്റെ വൈഫ് എഴുതിയ കഥയാണ്. അതൊരു നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന് ചേർന്ന യുവജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സാധ്യതകൾ. അതുകൊണ്ടാണ് അവർ 5 ഭാഷ എടുക്കാൻ തയ്യാറായിരിക്കുന്നത്.